14 വർഷക്കാലമായി ഭൂരഹിതരായ ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ തുടരുന്ന പുനലൂർ അരിപ്പ ഭൂസമരം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ടുവെച്ച വ്യവസ്ഥകൾ സമരസംഘടനകൾ അംഗീകരിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന 35 കുടുംബങ്ങൾക്ക് ഒരേക്കർ ഭൂമിയുടെ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ അരിപ്പ സമരഭൂമിയിൽ 20 സെന്റ് പുരയിടവും 10 സെന്റ് നിലവും വീതം നൽകും. സമരത്തിലുള്ള 209 SC കുടുംബങ്ങൾക്ക് 12 സെന്റ് വീതവും ജനറൽ വിഭാഗത്തിൽപ്പെട്ട 78 കുടുംബങ്ങൾക്ക് 10 സെന്റ് വീതവും ഭൂമി പതിച്ചു നൽകി പട്ടയം അനുവദിക്കുവാനും സർക്കാർ തീരുമാനിച്ചു. ഈ വ്യവസ്ഥകളാണ് ഭൂസമരം നടത്തുന്ന 6 സംഘടനകളും ചർച്ചയിൽ അംഗീകരിച്ചത്. അരിപ്പയിലെ ഭൂസമരം നേരത്തെ മുതൽ പലതരത്തിലുള്ള വിശദീകരണങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിട്ടുള്ളതാണ്. 1997 അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ ഇസ്മയിലുള്ള സമയത്ത് തന്നെ അന്ന് MLA ആയിരുന്ന PS സുബാലിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി പുനലൂർ താലൂക്കിലെ തിങ്കൾക്കരിക്കകം വില്ലേജിലെ സർവേ നമ്പർ 745-1-ൽപ്പെട്ട 94 ഏക്കർ സർക്കാർ പുറമ്പോക്ക് കുത്തകപ്പാട്ട വ്യവസ്ഥ ലംഘിച്ച് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കൈവശം വെച്ചിരുന്നു എന്ന പ്രശ്നം ബഹുമാനപ്പെട്ട MLA സഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ച ഭൂമിയാണത്. ആ ഭൂമിയിൽ സർക്കാർ ഉത്തരവനുസരിച്ച് 13.55 ഏക്കർ ഭൂമി കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനും 21.53 ഏക്കർ ഭൂമി ചങ്ങറ സമരഭൂമിക്കാർക്കും നേരത്തെ തന്നെ വീതം വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. സർക്കാർ വ്യവസ്ഥകൾ സമരക്കാർ അംഗീകരിച്ച സാഹചര്യത്തിൽ അവരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുന്ന നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നും നിലവിൽ ഭൂമി കയ്യേറി കുടിൽകെട്ടിയാണ് സമരം നടത്തുന്നത് എന്നതിനാൽ അളന്ന് സെറ്റിൽ ചെയ്യേണ്ടി വരുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിനായി പുനലൂർ RDOയെ സെറ്റിൽമെന്റ് ഓഫീസറായി നിയോഗിച്ചതായി മന്ത്രി പറഞ്ഞു. സർവേ നടപടിക്രമങ്ങൾ തിങ്കളാഴ്ച ആരംഭിച്ച് 10 ദിവസത്തിനകം പൂർത്തിയാക്കുന്നതിനാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. 2026 ജനുവരിയിൽ പുതുവർഷ സമ്മാനമായി ഭൂമി ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പുനലൂർ താലൂക്കിലെ തിങ്കൾക്കരിക്കകം വില്ലേജിലെ സർവേ നമ്പർ 745-1-ൽപ്പെട്ട 94 ഏക്കർ സർക്കാർ പുറമ്പോക്ക് കുത്തകപ്പാട്ട വ്യവസ്ഥ ലംഘിച്ച് തങ്ങൾകുഞ്ഞ് മുസ്ലിയാർ കൈവശം വെച്ചിരുന്നു. 1997 ഓഗസ്റ്റ് 4-ന് PS സുബാൽ MLAയുടെ ഇടപെടലനുസരിച്ച് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി KE ഇസ്മയിലിന്റെ നേതൃത്വത്തിൽ വകുപ്പ് അധികൃതർ ഈ ഭൂമി തിരിച്ചുപിടിച്ചു. സർക്കാർ ഉത്തരവനുസരിച്ച് ഇതിൽ നിന്ന് 13.55 ഏക്കർ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് 21.53 ഏക്കർ ചെങ്ങറ ഭൂസമരക്കാർക്കും കൈമാറുകയായിരുന്നു. ഭൂരഹിതരുടെ കാര്യത്തിൽ ഈ സർക്കാർ അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെന്നും ചെങ്ങറ ഭൂസമരം തീർപ്പാക്കി നേരത്തെ ഭൂമി വിതരണം ചെയ്തിരുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. താമസയോഗ്യമല്ല എന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടി പലരും ആ ഭൂമി ഉപേക്ഷിച്ചു പോയതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ഭൂമി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി അന്വേഷിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അനുസ് നായർ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ PS സുബാൽ MLAയും ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബുവും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.